നമ്മളിവിടെ പുരസ്കാരം നൽകി ആദരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ഗുരുദാസൻ അവർ, പ്രിയപ്പെട്ട ഗായകൻ ശ്രീ വേണുഗോപാൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു ദീർഘമായ പ്രസംഗം സമാപന സമ്മേളനത്തിന് ഭൂഷണമല്ല. സമാപന സമ്മേളനം എത്രയും നേരത്തെ സമാപിപ്പിച്ച് വീട്ടിൽ പോയി വിശ്രമിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മൗലിക അവകാശമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് എൻ്റെയും മൗലിക അവകാശമാണ്. കാരണം എനിക്ക് ഒരിക്കലും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ എന്നൊരു പാട്ടി പറയുന്നത് പോലെ ഈ പണിതിട്ടും പണിതീരാത്ത ഈ നാഷണൽ ഹൈവേ കൂടെ കടന്ന് എനിക്ക് പാതിരാത്രിയാവുന്നതിനും ആലുവയിലെത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണവും കഴിഞ്ഞ് ഈ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ തരുന്ന പാരിതോഷികവും കൊടുത്തിട്ട് ഞാൻ പോകും. ഇവിടെ സ്വദേശി പരിപാടിയെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അപ്പോൾ ആദ്യം പറയുമ്പോൾ നമ്മൾ നല്ല മനസ്സോടുകൂടി വരാമെന്നൊക്കെ പറയും. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ നമ്മൾ എവിടെയാണ് എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വരാമെന്നൊക്കെ ആദ്യം സമ്മതിച്ചെങ്കിലും അന്ന് ഞാൻ ചെന്നൈയിലും പിന്നെ ബാംഗ്ലൂരിലും ഒക്കെ പോയി ഇന്ന് വന്നതേ ഉള്ളൂ. പക്ഷേ ഏതായാലും ഇതിൻ്റെ അവസാനമെങ്കിലും വന്നെത്തി നിങ്ങളുടെ ഈ വലിയ ഒരു സാംസ്കാരിക കൂട്ടായ്മയിൽ കരുനാഗപ്പള്ളിയുടെ ഹൃദയം തൊട്ട ഈ പരിപാടിയിൽ പങ്കെടുത്ത് സാഹിത്യത്തെപ്പറ്റി അല്ലെങ്കിൽ അക്ഷരകലയെപ്പറ്റിയൊക്കെ നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, എൻ്റെയും കൂടി ചില വാക്കുകൾ നിങ്ങളുടെ ചിന്തയിലേക്ക് പ്രക്ഷേപണം ചെയ്യാൻ അല്ലെങ്കിൽ അയക്കാൻ കൂടി ഒരു അവസരമായി ഞാൻ കാണുക. ഇത് കേൾക്കുമ്പോൾ വലിയ പ്രസംഗം നടത്തിക്കളയുമെന്ന് വിചാരിക്കരുത്. ബുള്ളറ്റ് പോയിൻ്റായിട്ട് പ്രസംഗിക്കാനും പറ്റും. അതാണല്ലോ നമുക്ക് ഈ ടെക്നോളജി. ബുള്ളറ്റ് പോയിൻ്റ് പ്രസംഗവും നടന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നിങ്ങളിവിടെ എന്താണ് ചെയ്തത്? ഒരുപാട് എഴുത്തുകാരിവിടെ വന്നു, കവികൾ വന്നു, കഥാകൃത്തുക്കൾ വന്നു, മറ്റ് സാംസ്കാരിക പ്രവർത്തകർ വന്നു, നാടക പ്രവർത്തകർ വന്നു. അവരൊക്കെ അവരുടെ അതാത് രംഗങ്ങൾ, അവരുടെ മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി, പുതിയ സാധ്യതകളെപ്പറ്റി, പുതിയ പ്രതിസന്ധികളെപ്പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ സാഹിത്യം തന്നെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഇത്രയേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പുസ്തകങ്ങളൊക്കെ ഒരുപാട് ചിലവാകുന്നുണ്ടല്ലോ, പുസ്തകച്ചന്തയിലൊക്കെ പുസ്തകം ചിലവാകുന്നുണ്ടല്ലോ, പുസ്തകങ്ങളുടെ 100ാമത്തെ എഡിഷനൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പലതും വരും. അതൊന്നും കണ്ടിട്ട് വെള്ളം തിളക്കില്ല. അതവിടെ അങ്ങനെ പല വേലകളുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ 100 പതിപ്പൊക്കെ ഒരു 2-3 മാസം കൊണ്ടൊക്കെ ഇറക്കാം. അതിനൊക്കെ പല വേലകളുണ്ടല്ലോ. പതിപ്പിൽ എത്ര പുസ്തകങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിക്കരുതേ ഉള്ളൂ. ആദ്യത്തെ പതിപ്പിന് 25 പുസ്തകം, രണ്ടാമത്തെ പതിപ്പിന് 30 പുസ്തകം, പിന്നെ അങ്ങനെയാണെങ്കിൽ 100 പുസ്തകമൊക്കെ നമുക്ക് ഇറക്കാം. 100 എഡിഷൻ ആവാൻ വിഷമമൊന്നുമില്ല. പണ്ട് ചങ്ങമ്പുഴയുടെ രമണനൊക്കെ എന്താണ് ചൂടുകാലത്ത് നാരങ്ങ വിൽക്കുന്നത് പോലെ വിറ്റുപോയി എന്നൊക്കെ മുണ്ടശ്ശേരി മാഷ് പറഞ്ഞത് അതൊക്കെ ഉണ്മയാണ്, സത്യമാണ്. എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു സത്യാനന്തര കാലത്താണ്. ഇവിടെ സത്യം പറഞ്ഞുകൊള്ളുന്നൊരു നിർബന്ധമില്ല. സത്യം പോലെ തോന്നിക്കണമെന്നേ ഉള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കൻ പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. കാരണം ഇന്നലെ അത് സത്യമായിരുന്നു, ഇന്നത്തെ സത്യമല്ല, ഇന്നത്തെ സത്യം ഇതാണ്. അപ്പോൾ ഈ സത്യം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള പഴഞ്ഞൻ സങ്കല്പമൊക്കെ ഇപ്പോൾ പോയി. അന്നന്ന് സൗകര്യം പോലെ പറയുന്നത് എന്തോ അത് തന്നെ സത്യം. അതാണ് സത്യാനന്തര കാലത്തെ സത്യം. ഈ ഒരു കാലത്ത് പോരാത്തതിനെതിരെയൊക്കെ സഹായിക്കാനുള്ള ടെക്നോളജിയും കൈവശമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയാൽ വലിയ വിഷയമാണ്. ഞാൻ തുഞ്ചൻപറമ്പിൽ പോയി ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ സാഹിത്യ രചനയുടെ പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചു. ആവർത്തിക്കുന്നില്ല. നിങ്ങളെപ്പറ്റി എനിക്ക് കരുണയുണ്ട്, എന്നെപ്പറ്റി അതിനേക്കാൾ കരുണ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് പോകുന്നില്ല. പക്ഷേ സാഹിത്യം നേരിടുന്ന വെല്ലുവിളികൾ, ഇന്നത്തെ കാലത്തുള്ള വെല്ലുവിളികൾ 2-3 പറഞ്ഞാൽ, ഒന്ന്, എഴുതിയത് ആരാണെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ 2 ദിവസത്തിന് മുമ്പ് ചെന്നൈയിൽ അവിടെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുകയാണ്. തമിഴ്നാട് ഗവൺമെൻറ് സംഘടിപ്പിച്ചിരിക്കുന്നതാണ്. അവിടെ പരിഭാഷയെ പറ്റിയുള്ളൊരു സെഷനിൽ അത് അധ്യക്ഷത വഹിക്കാനായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം, ChatGPT ജെമിനിയോ ഒരുപാടെണ്ണമുണ്ട്. ഇതിനോട് നമ്മൾ മലയാളത്തിലൊരു സാധനം അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ
അതിൻ്റെ ഇംഗ്ലീഷ് ഉടനെ വരും, അധികം സമയമൊന്നും വേണ്ട, 2-3 മിനിറ്റ് ധാരാളമാണ്. ചാറ്റ് GPT 2-3 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 3-4 വർഷത്തിൻ്റെ ജോലിയാണ് 2-3 മിനിറ്റ് കൊണ്ട് ചെയ്തു തരുന്നത്. അപ്പോൾ പരിഭാഷയിൽ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത് മുഴുവൻ ഇതങ്ങോട്ട് കൊടുത്തിട്ട് ആ യന്ത്രം ഇങ്ങോട്ട് തരികയാണ്. പിന്നെ ചെറിയ കറക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തതുപോലെയൊക്കെ ഇരിക്കും. PhD തീസിസിൻ്റെ ഒക്കെ കാര്യം പോയി. ഇനിയിപ്പോൾ PhD തീസിസ് ഒന്നും ആരും എഴുതുകയില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കാം, ഒരു 3-4 ദിവസം മതി. ഉത്സാഹിച്ചാൽ നമ്മൾ ചാറ്റ് GPTയോട് പറഞ്ഞത് പ്ലീസ് റൈറ്റ് ഒരു അക്കാഡമിക് പിന്നെ റിസർച്ച് പേപ്പർ എനിക്ക് എഴുതി തരൂ, എനിക്കൊരു PhDക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഒരുപാടാണ്, പ്രബന്ധം കിട്ടും. അപ്പോൾ ഈ പരിഭാഷ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മനുഷ്യരാണോ ചെയ്യുന്നത് യന്ത്രമാണോ ചെയ്യുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ഞാൻ ടാഗോറിൻ്റെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തി 1985-ലോ 86-ലോ മറ്റാണ്, അത് 90-ലോ. അപ്പോൾ ആദ്യം ഞാൻ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പ പണിക്കർ സാറിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ സാറ് പറഞ്ഞു ഗംഭീരമായിരിക്കുന്നു, ഒരു 50 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേ ഇത് എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ഭാഷ വളരെ പഴഞ്ചനായിപ്പോയി എന്നാണ് ഈ പറഞ്ഞത്. ഞാൻ പിന്നെ കൊണ്ടുപോയി 1 വർഷം എടുത്ത് വീണ്ടും ചെന്ന് വന്നപ്പോൾ സാർ എന്നോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഗീതാഞ്ജലി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വേഴ്സ് എന്ന് പറയുന്നത് ദൗ ഹാസ്റ്റ് മെയ്ഡ് മീ എൻലെസ് എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ എഴുതുന്നതാണ് അങ്ങനെ അനന്തമായി സൃഷ്ടിച്ചു. അപ്പോൾ പണിക്കർ സാറിൻ്റെ ഫിഷനെയാണ് ഞാൻ പറയുന്നത്. സാറ് ചോദിക്കുകയാണ് എങ്ങനെയാണ് പരിഭാഷ? എൻലെസ് എന്നാണ് ടാഗോർ ഉപയോഗിച്ചിരിക്കുന്നത്. ദൗ ഹാസ്റ്റ് മെയ്ഡ് മീ എൻലെസ്. സാറ് ചോദിക്കുകയാണ്, പണിക്കർ സാറ് ചോദിക്കുകയാണ് എൻലെസ് ഇൻ സ്പേസ് ഓർ എൻലെസ് ഇൻ ടൈം. അപ്പോൾ ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല സാർ. എൻലെസ് എന്ന് കണ്ടു, അനന്തരം എന്താണ് അനശ്വരമായിട്ട് അല്ല അനന്തം എന്ന് ഞാൻ എഴുതി എന്നേ ഉള്ളൂ. അങ്ങനെ പോരാ, ഏതർത്ഥത്തിലാണ് ടാഗോർ അത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയണം. അനശ്വരമാണോ അനന്തമാണോ? അനന്തം എന്ന് പറഞ്ഞാൽ സ്പേഷ്യലാണ്, അനശ്വരം എന്ന് പറഞ്ഞാൽ ടൈമാണ്. ദാറ്റ് ഈസ്. അപ്പോൾ നിങ്ങളുടെ ഒരു വിവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ യുക്തിയാണ് അവിടെ നിങ്ങളെ നയിക്കേണ്ടത്. അപ്പോൾ ഞാൻ അവസാനം അനശ്വരം എന്നുള്ളത് എടുത്തു. സ്പേഷ്യൽ അല്ല, ടൈമാണ്. ദൗ ഹാസ് മെയ്ഡ് മീ എൻലെസ്. കാലത്തിൻ്റെ അപാരതയിൽ എന്നെ ഒരു നശ്വരനായി ആയ ഞാൻ എന്നിൽ ഒരു അപാരതയുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് പരിഭാഷയുടെ മനഃശാസ്ത്രവും പരിഭാഷയുടെ തത്വശാസ്ത്രവും ഒക്കെ അങ്ങനെയാണ് നമുക്ക് പാവങ്ങൾ കിട്ടിയത്. അങ്ങനെയാണ് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്കിവിടെ പിന്നെ പരിഭാഷകളിലൂടെ നമ്മൾ ലോകസാഹിത്യം അറിഞ്ഞത്. ആ ഒരു കാലമൊക്കെ മാറിയിട്ട് ഇന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഏത് ഭാഷയിലും പരിഭാഷ കിട്ടുന്ന കാലത്ത് നമ്മൾ ഒറിജിനൽ കവിതകളെന്ന് പറഞ്ഞ് വായിക്കുന്നതൊക്കെ വേണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള കവിയാണെങ്കിൽ നിങ്ങൾ ചാറ്റ് GPT ഉപയോഗിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കണം. കാരണം ഇതൊന്നും ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വായനക്കാരെ കബളിപ്പിക്കണമെങ്കിൽ ഞാനൊരു വലിയ കവിയാണെന്നും എൻ്റെ കവിത്വത്തിന് ഇപ്പോൾ ഒരു അന്തമില്ലാത്ത എഴുത്താണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ചോദിക്കണം, ചാറ്റ് GPTയോട് ചോദിക്കണം, എനിക്ക് ഒരു പിന്നെ എന്താണ് ഈ പൊട്ടിപ്പോയ പ്രണയത്തെപ്പറ്റി ഉള്ള ഒരു ആഫ്രിക്കൻ കവിത ഒന്ന് പറഞ്ഞു തരൂ, അതിനൊരു ഇംഗ്ലീഷ് പരിഭാഷ പറഞ്ഞു തരൂ. എ ലെസർ നോൺ ആഫ്രിക്കൻ പോയറ്റിൻ്റെ പ്രണയഭംഗത്തെപ്പറ്റി ഒരു കവിത തരൂ എന്ന് പറഞ്ഞാൽ ഈ ചാറ്റ് GPT എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ പോയട്രി ഇൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നുള്ളതിനകത്ത് കയറും. വളരെ പെട്ടെന്ന് തന്നെ കേട്ടോ, പോയിട്ട് ലവ് പോയംസ് ഇൻ ആഫ്രിക്കൻ പോയട്രി എടുക്കും. എന്നിട്ട് ഈ ആവശ്യമുള്ളതെല്ലാം കൂടെ എടുത്ത് 2 സെക്കൻഡ് കൊണ്ട് ഈ ഒരു 5-6 കവിത നമുക്ക് തരികയാണ്. ഇതിനെ നമ്മളൊന്ന് മലയാളത്തിലാക്കി നമ്മുടെ ചെറിയ ഞൊടുക്ക് പ്രയോഗങ്ങളെ കൂടെ ചെയ്താൽ ഇയാളുടെ കവിതയ്ക്ക് വന്ന മാറ്റം കണ്ടില്ലേ? ഇപ്പോൾ ഭയങ്കര എഴുത്താണ് കേട്ടോ. ജയകുമാറിൻ്റെ കവിതയൊക്കെ ഇപ്പോൾ എന്താണ് എന്ന് പറയാനും കൂടെ ആളെ ഫേസ്ബുക്കിൽ വെക്കണം കേട്ടോ. വേറെ ഒറിജിനലായിട്ട് ആരും പറയില്ല, ആളെ വെക്കണം. ജയകുമാറിൻ്റെ കവിത ഗംഭീരമാണെന്ന് പറയാൻ ആളെ വെക്കണം. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ പുതിയ താരോദയം സാഹിത്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് 100 എഡിഷനോ 150 എഡിഷനോ ഒക്കെ പുസ്തകം ഇറക്കാൻ ഒരു വിഷമവുമില്ല. പിന്നെ ഞാൻ വേറൊന്ന് പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങരുത്. മാനമര്യാദയായിട്ട് ജീവിക്കുന്നവർക്ക് അവരുടെ ആത്മകഥയൊന്നും എഴുതി അവിടെ ആർക്കും വേണ്ട, മനസ്സിലായില്ലേ? എൻ്റെയൊക്കെ ആത്മകഥ ആരെങ്കിലും വായിക്കും. ഞാൻ സർവീസിലിരുന്ന ആളല്ലേ, എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് കൊള്ളരുതായ്മ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സർവീസ് കണ്ടീഷൻസും റൂളും ഒക്കെ വെച്ചിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാനേ സാധിക്കൂ. അപ്പോൾ എൻ്റെ സർവീസ് സ്റ്റോറിയോ എൻ്റെ ആത്മകഥയോ ഇവിടെ ആരെങ്കിലും വായിക്കുമോ? വായിക്കുകയല്ല. അതിന്
ഞാനൊരു കൊള്ളരുതാത്ത ജീവിതം നയിച്ചിരുന്നവനാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഞാനൊരു സബ്വേഴ്സീവ് റൈറ്ററായി തീരുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് നാട്യങ്ങളാൽ, നാട്യപ്രധാനം നഗരം ദരിദ്രം എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇത്തരത്തിലുള്ള ഒരുപാട് നാഗരികതയുടെയും സാങ്കേതികതയുടെയും നാട്യങ്ങളാൽ സാഹിത്യം മലീമസമാകുന്നുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ജാഗ്രതയുടെ നാളം കൊളുത്തി വയ്ക്കാൻ ഈ സഹായിക്കുന്നുവെങ്കിൽ ഇത് ഒരു വളരെ വലിയൊരു സാംസ്കാരിക പ്രവർത്തനമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് എനിക്ക് ആകെ പറയാനുള്ളത്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പണ്ട് നമ്മളോടുകൂടെ ആളുകൾ പറഞ്ഞില്ലേ, അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു നായകനും നായകനല്ല, ആ നായകനെ നിങ്ങൾ പഠിക്കണം. അയാൾക്കിത് എഴുതാൻ സാധിക്കുമോ എന്ന്, അതോ ഇത് ChatGPT എഴുതിയതാണോ? അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒരു രാത്രി കൊണ്ട് എന്താണ്, പണ്ടൊരു വയലാറിൻ്റെ പാട്ടിൽ ഒരു രാത്രി കൊണ്ടത് തല്ലിക്കൊഴിക്കും വിധിയുടെ മൗന വിനോദം. അതുപോലെ തന്നെ ഒരു രാത്രി കൊണ്ട് കോട്ടകളും പണിക്കും, ഒരു രാത്രി കൊണ്ട് നക്ഷത്രദ്വീപുകൾ സമൂഹങ്ങളെല്ലാം ഉണ്ടാക്കും കാലം എന്ന് പറയുന്നത് പോലെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വലിയ സെലിബ്രിറ്റിയായി മാറാനും ഇന്ന് സാധിക്കും. ഈ കാലത്ത് നമ്മൾ പഠിച്ചു ശീലിച്ച, നമ്മൾ വായിച്ചു ശീലിച്ച അച്ചടക്കമുള്ള, ആത്മാവിൻ്റെ സ്പർശമുള്ള, അനുഭവത്തിൻ്റെ രക്തക്കറ പുരണ്ട സാഹിത്യം നമുക്ക് അന്യമാവുകയാണോ, കൃത്രിമമായ ഒരു സാഹിത്യം നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുകയാണോ എന്ന ജാഗ്രത കൊണ്ട് ഈ സാഹിത്യത്തിൻ്റെ ഈ കൃത്രിമമായിട്ടുള്ള അശ്വമേധത്തെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് അവാർഡ് ദാന ചടങ്ങാണ്. അതിന് മുന്നോടിയായിട്ട് ഇപ്പം നമുക്കിടയിൽ ഒരു കൊച്ചു കലാകാരൻ ഇരിപ്പുണ്ട്, ഒരു 6ാം ക്ലാസ്സുകാരനായ കാളിദാസൻ. ഈ കുഞ്ഞ് കൊച്ചിൻ കലാഭവൻ്റെ ഒരു ബ്രാഞ്ചായിട്ടുള്ള കരുനാഗപ്പള്ളിയിൽ ഫ്ലൂട്ട് പഠിക്കുന്നുണ്ട്. കുഞ്ഞ് ഫ്ലൂട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വേണുഗോപാൽ സാറിൻ്റെ സോങ്ങായിട്ടുള്ള രാരീ രാരീരം രാരോയാണ് കാളിദാസൻ ഇന്നിവിടെ നമുക്ക് വേണ്ടിയിട്ട് വായിക്കുന്നത്. കാളിദാസൻ റെഡിയല്ലേ? മറന്നു